ഭർത്താവിൻ്റെ അനിയൻ അച്ഛൻ്റെ ഒരു പീഡനം കൊണ്ടാണ് ഈ മരണം നടന്നിരിക്കുന്നത്. ബോബി അച്ഛനാ, പുള്ളി ആൾ ശരിയല്ല. സ്വയം പര്യാപ്തത ഉണ്ടാക്കി കൊടുക്കുക കാരണവന്മാർ തന്നെ, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ പോകരുത്. കൊച്ചുങ്ങളുടെ കൂടെ പിള്ളേരുടെ കൂടെ പഠിച്ചാൽ എൻ്റെ മോൻ്റെ കൊച്ചു പഠിക്കണം. എൻ്റെ കൊച്ചിൻ്റെ ദുഃഖം കാണാനാണ് എനിക്കൊട്ടും പറ്റില്ല. ഞങ്ങളുടെ ഈ പള്ളിമുറ്റത്തൊരു പടുത വലിച്ചിട്ട് ആ തള്ളേരും പിള്ളേരും അങ്ങോട്ട് വെക്കേണ്ടിയിരുന്നു. അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകരുതായിരുന്നു. നമസ്കാരം. ഭർത്തൃപീഡനത്തെ തുടർന്ന് ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹം അല്പസമയത്തിനകം തന്നെ ചുങ്കം പള്ളിയിലേക്ക് എത്തിക്കും. ഇവിടെ നാട്ടുകാരുടെ വലിയൊരു കൂട്ടം തന്നെ ആ മൃതദേഹങ്ങൾ കാണുവാനായി കാത്തു നിൽക്കുകയാണ്. കാരണം ഷൈനി നാട്ടുകാർക്കൊക്കെ വലിയ പ്രിയപ്പെട്ടവളായിരുന്നു. ഈ ഭർത്താവ് നോബിയുടെ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു എന്ന് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്. നാട്ടുകാരുമായിട്ടൊന്നും അത്ര വലിയ ഒരു രസത്തിലല്ലായിരുന്നു ഈ നോബിയുടെ വീട്ടുകാരൊന്നും. പക്ഷേ ഷൈനി നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവളായിരുന്നു. കുടുംബശ്രീയിലുമൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്ത ആളാണ്. ഈ ഷൈനിയുടെ മൃതദേഹം ഏറ്റുമാനൂരിലെ പള്ളിയിൽ അടക്കാമെന്ന് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇവളുടെ ഒരു മകനുണ്ട്, എഡ്വിൻ എന്നുള്ള ഒരു മകനും കൂടിയുണ്ട്. ഈ രണ്ട് പെൺമക്കൾ കൂടാതെ എഡ്വിൻ എന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. അത് ഈ നോബിയുടെ വീട്ടുകാരുടെ കൂടെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ഈ ഷൈനി ഇവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയെങ്കിലും ഈ മകൻ ഇവളുടെ കൂടെയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ മകനെ വെച്ചുകൊണ്ടാണ് നോബി പറഞ്ഞത് അമ്മയും സഹോദരിമാരെയും ചുങ്കം പള്ളിയിലാണ് അടക്കേണ്ടത് എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയായിരുന്നു. നിയമപരമായിട്ട് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. മകൻ ആവശ്യപ്പെട്ടല്ലോ, അതുകൊണ്ട് തന്നെ ചുങ്കത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അവിടെ വലിയ പ്രതിഷേധമായിരുന്നു ഈ നോബി ഈ മൃതദേഹങ്ങൾ ഇവിടേക്ക് ചുങ്കത്തേക്ക് കൊണ്ടുവരുന്നതിന്. അതുപോലെ തന്നെ ചുങ്കത്തെ നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലാണ്. ഈ ചുങ്കത്തെ നോബിയുടെ വീട്ടിലേക്ക് ആരും തന്നെ പോയില്ല, ആരും സഹകരിച്ചില്ല. അവരെല്ലാവരും പള്ളിയിൽ സംസ്കാര ചടങ്ങിൽ മാത്രം ഇവരെ കാണാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. ഇപ്പം നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ ചുങ്കം പള്ളിയുടെ മുന്നിൽ ഈ മൃതദേഹങ്ങൾ കാണുവാനും അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും കാത്തു നിൽക്കുന്നത്. എന്തായാലും ഈ അലീന 11 വയസ്സാണ്, ഇവാന 10 വയസ്സാണ്. ഈ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ ട്രെയിനിന് മുമ്പിൽ കെട്ടിപ്പിടിച്ച് മരണത്തിലേക്ക് പോയത് അത്രയും ദുരിതം താങ്ങാനാവാതെ തന്നെയായിരുന്നു. കാരണം ഒരു BSc നേഴ്സായിരുന്നു. BSc നേഴ്സായിട്ട് പോലും ജോലിക്ക് വിടുവാൻ ഈ നോബി തയ്യാറായില്ല. ഇയാൾ റിഗ്ഗിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇയാൾക്ക് ഒരുപാട് ശമ്പളമൊക്കെ ഉള്ളതാണ്. അതുമാത്രമല്ല വീട്ടിലെ ഒരു ജോലിക്കാരി എന്ന നിലയിലായിരുന്നു ഷൈനിയെ ഇവിടെ ആ വീട്ടുകാർ കണ്ടിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. അച്ഛാ, ഇങ്ങനൊരു സംഭവം ഈ നാട്ടിൽ നടക്കുന്നു, എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചൊന്നും പറയാനുള്ള കാര്യം, ഞാൻ തൊട്ട അയലോക്കക്കാരനാണ്. അവരുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ താമസിക്കണമെന്നാ. ഞാൻ ഈ ഒറ്റപ്പാടും ബഹളം ഒന്നും ഞാൻ കേട്ടുമില്ല. ഖേദം പറയാന്ന് വെച്ചാൽ ഞാൻ ഇവർ തമ്മിൽ നോബി കാണിച്ചത് ശരിയായ കാര്യമാണോ? നോബി കാണിച്ചത് ശരിയായ കാര്യമല്ല, അതേതായാലും തീരെ മോശമായിപ്പോയി. ഇങ്ങനൊരു സംഭവം ഈ നാട്ടിൽ നടന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഈ ഇടവകപ്പള്ളിയിൽ ആദ്യമായിട്ടുള്ളതാണ് ഇടവേള. ഇത്രയുള്ള സന്നാഹത്തോടു കൂടിയുള്ള ഒരു സംഭവം. ഇത് കേട്ടെടുത്തോളം കാര്യത്തിൽ അതിശോക്തിയായ കാര്യങ്ങളാണ്. ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അയൽക്കാരനായിട്ട് കൂടി അവരുടെ വീട്ടിലേക്ക് പോയില്ലല്ലോ. ഞാൻ പോയില്ല. പ്രതിഷേധമാണോ? വേറെ കാര്യമുണ്ട്, പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പോകാത്ത. അല്ല, ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നല്ലോ ആരും പോകണ്ടെന്നുള്ള തീരുമാനം. ഇടവേ ആരും പോകണ്ടെന്നുള്ള പറഞ്ഞായിരുന്നു. അങ്ങനെ തീരുമാനം എടുത്തായിരുന്നു. അതുകൊണ്ട് ആരും പോകട്ടെ. നാട്ടുകാരെല്ലാവരും തന്നെ തീരുമാനം എടുത്ത കാര്യമാണ്. അപ്പോൾ എന്നാൽ അറിഞ്ഞപ്പോൾ പോലെ അവിടുത്തെ തീരുമാനങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ജനം ഇവിടെ പള്ളിമരത്തിൽ തന്നെ കൂടാനുള്ള കാരണം ഇതാണല്ലോ. ഈ പള്ളിയുടെ ഗ്രൂപ്പിൽ തന്നെയും ഇട്ടിരുന്നു, ആരും തന്നെ ഇവരുടെ വീട്ടിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പള്ളിയിൽ എല്ലാവരും കൂടാമെന്ന് തീരുമാനിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. നിരവധി ആൾക്കാരാണ് ഇവിടെ ഈ മൃതദേഹങ്ങൾ കാണുവാനായി പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. അമ്മമാരും ഒരുപാട് ആളുകളുമൊക്കെ ഇവിടെ ചേരുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഈ നാട്ടിൽ നടന്നു, എന്താ പറയാനുള്ളത്? വളരെ സങ്കടകരമായ ഇതായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ സംഭവിക്കുന്ന. രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത്രയും പീഡനം അനുഭവിച്ചിട്ടുണ്ടാവും. ഉണ്ടായിരിക്കും. പറയാനുള്ള ഒരു പെണ്ണിനും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. കാരണം സ്വയം പര്യാപ്തത ഉണ്ടാക്കി കൊടുക്കുക കാരണവന്മാർ തന്നെ, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ പോകരുത്. കാരണം ഈ ഇത്രയും നല്ലൊരു പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചിനൊരു ജീവിതം ജീവിക്കാനായിട്ട് പറ്റിയല്ല എങ്കിൽ ഇതിക്കുള്ള ഒന്നും എന്നാ പറയുന്നേ? അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എൻ്റെ മക്കളും അതുപോലെ തന്നെയല്ലേ ഞാനും വളർത്തുന്നത്. ഒരിക്കലും ആ പെങ്കൊച്ചിന് അങ്ങനെ ഒരു ജീവിതം വന്നതിൽ ഒത്തിരി ദുഃഖമുണ്ട്. കൊച്ചുങ്ങളുടെ കൂടെ പിള്ളേരുടെ കൂടെ പഠിച്ചാൽ എൻ്റെ മോൻ്റെ കൊച്ചു പഠിക്കണം. എൻ്റെ കൊച്ചിൻ്റെ ദുഃഖം കാണാനാണ് എനിക്കൊട്ടും പറ്റില്ലാത്തത്.
കൊച്ചു ഭയങ്കര സങ്കടത്തിലാണ്. ആ ഒരു എൻ്റെ കൊച്ചിൻ്റെ ദുഃഖം കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം. അപ്പോൾ അതുപോലെ തന്നെ ആ പിള്ളേരുടെ ഈ 5-6 മാസം മുന്നേ എൻ്റെ കൊച്ചും ആ പിള്ളേരെ ആദ്യ കുർബാനയ്ക്ക് ഒന്നിച്ച് പഠിച്ചതാണ്. ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എങ്കിൽ പെങ്കൊച്ചിന് എന്നാ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം ജീവിക്കാൻ ഒരു തരത്തിലും എല്ലാ വാതിലുകളും അടഞ്ഞു. ആദ്യം തന്നെ വീട്ടിലേക്ക് പോവില്ല എന്ന് തീരുമാനം എടുത്തിരുന്നല്ലേ നോബിയുടെ? തീരുമാനമെടുത്തതാന്ന് പറയുന്നു. നമുക്ക് ശരിക്കും അറിയില്ല, എങ്കിലും വളരെ സങ്കടകരമായ ഒരു അവസ്ഥ. അവൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ഈ പള്ളിമുറ്റത്തൊരു പടുത വലിച്ചിട്ട് ആ തള്ളേരെ പിള്ളേരെ അങ്ങോട്ട് വെക്കേണ്ടിയിരുന്നു. അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകരുതായിരുന്നു. അതായിരുന്നു എൻ്റെ മനസ്സിൽ ഉദിച്ചത്. ഇന്ന് രാവിലെ ഉദിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പലരും അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അത് പറയുന്നത് അതായത് അത്രയും ഉണ്ട്. കാരണം അത്രയും ക്രൂരതയാണ് ആ ഷൈനിയോട് ഈ നോബി ചെയ്തത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഷൈനി ഇവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാരെല്ലാവരും തന്നെ അറിയുന്നത്. അവർ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ സത്യം മുഴുവൻ, മൂടി വെച്ചിരുന്ന സത്യം മുഴുവൻ പറഞ്ഞത്. അത്രയും ദുരിതമാണ് അവിടെ ഷൈനി അനുഭവിച്ചത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ഏറ്റുമാനൂരിൽ ഒരു ജോലിക്ക് പോകാൻ പോലും കഴിയാതെ, പൈസയില്ല, 2 പെൺമക്കളാണ് കൂടെയുള്ളത്, അവരെ വളർത്തുവാനുള്ള യാതൊരു മാർഗവുമില്ല. ആ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ചെയ്ത ഒരു കടുങ്കൈയാണിത്. പക്ഷേ അത് നമുക്കാർക്കും വിശ്വസിക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനും കഴിയുന്നതിലപ്പുറം അവർ വിഷമിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇത് ഒരു മരണം നടന്നത് അച്ഛന്മാരുടെ അനിയൻ, ഭർത്താവിൻ്റെ അനിയൻ അച്ഛൻ്റെ ഒരു പീഡനം കൊണ്ടാണ് ഈ മരണം നടന്നിരിക്കുന്നത്. ബോബി അച്ഛനാണ്. പുള്ളി ആൾ ശരിയല്ല. ഈ പീഡനം സഹിച്ച് ആ അമ്മയും മകളോട് ആത്മഹത്യ ചെയ്തു. ഇനി ഒരു കുടുംബത്തിലും ഈ ഒരു സംഭവം നടക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇന്ന് അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണിൻ്റെ വീട്ടിൽ, ഏറ്റുമാനൂർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മൂലക്കാട്ട് പിതാവ് വാസവനെ വിളിച്ചിട്ട് 40 പോലീസ് വണ്ടി അവിടെ വന്നിരിക്കുന്നത്. അത് ആരെ ചൊല്ലിയാ? ഈ അച്ഛനെ ചൊല്ലിയാണ്. അച്ഛനകത്ത് പോകരുത് എന്ന് കോട്ടയം രൂപതയിലെ മൂലക്കാട്ട് പിതാവ് സംസാരിച്ച് വാസവനുമായിട്ട് സംസാരിച്ചാണ് ഇത്രയും ഈ പ്രബലമായ സംഭവം പോലീസുകാരെത്തി ഈ സംഗതി നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യം എന്നതാ? 2 മക്കളെയും ആ മകളെയും കൊന്നില്ലേ ഇവനെ ഇവർ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. മൂലക്കാട്ട് പിതാവ് പറയേണ്ട കാര്യം, വാസവനെ വിളിച്ചിട്ട് പറയേണ്ട കാര്യം, ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യണം. ഇവർ ചെയ്തോ? ഇവരാർക്കാ കൂട്ടുനിന്നത്? വാദിക്കല്ല, പ്രതിക്കാണ് കൂട്ടുനിന്നത്. അത് ഈ മൂലക്കാട്ട് പിതാവ് കാണിച്ചത് ശരിയാണോ? ഈ ഭാരതീമാരെ ഈ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കോട്ടയ അതിരൂപതയിലെ എല്ലാ വികാരിമാരി അച്ഛന്മാരെയും പെണ്ണ് കെട്ടിക്കണം. മാന്യമായി പെണ്ണ് കെട്ടിച്ചുകൊണ്ട് ഇവരെ കുടുംബജീവിതത്തിൻ്റെ പാരാപ്പദം അറിഞ്ഞു വേണം ഇവർ ജീവിക്കാൻ. കുടുംബജീവിതത്തിൻ്റെ ഒരു എന്തെങ്കിലും ഇവർക്ക് അറിയാമോ? കുടുംബജീവിതം എന്താണ് എന്നുള്ളത് ഈ പാതിരിമാരായ അച്ഛന്മാർക്ക് അറിയാൻ പറ്റുമോ? സൗന്ദര്യവും പണവും നോക്കി പോകുന്നതാണ് അച്ഛന്മാരും കന്യാസ്ത്രീമാരും. നാളെ എന്നെ ഇവരകത്തിട്ടാലും എനിക്ക് വിഷയമല്ല, ഞാനകത്തൊന്നും പോകുകയല്ല. അദ്ദേഹം പറഞ്ഞത് ഈ അച്ഛനെ, അതായത് ഇദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട്, നോബിയുടെ സഹോദരൻ ബോബി അച്ഛനുണ്ട്, അയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അയാളിപ്പോൾ ഓസ്ട്രേലിയയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും ആളുകളൊക്കെ വളരെ അധികം വികാരഭരിതരായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയൊരു പോലീസ് സന്നാഹത്തെ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഷൈനിയുടെയും 2 മക്കളുടെയും മൃതശരീരം ഇവിടെ പള്ളിയിലേക്ക് കൊണ്ടുവരും. ഇവിടെ പൊതുദർശനം നടത്തും. അതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV, കോട്ടയം.